ആരോഗ്യ പരിപാലനത്തിനുള്ള കൊച്ചി നഗരസഭയുടെ പങ്ക് എടുത്തു പറയേണ്ട ഒന്നാണെന്ന് കൊച്ചി MLA KJ മാക്സി 21ാം ഡിവിഷൻ കൗൺസിലർ CR സുധീറിന്റെ നേതൃത്വത്തിൽ വാട്ടർലാൻഡ് റോഡിൽ ആരംഭിച്ച നഗര ജനകീയാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി നഗരസഭയുടെ കീഴിലുള്ള 16ാമത്തെ ജനകീയാരോഗ്യ കേന്ദ്രമാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കൊച്ചി മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാറിന്റെ അധ്യക്ഷതയിലാണ് 21ാം ഡിവിഷനിൽ നഗര ജനകീയാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. സാധാരണക്കാരായ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി കൊച്ചി നഗരസഭയുടെ എല്ലാ ഡിവിഷനുകളിലും ഇത്തരത്തിലുള്ള ആരോഗ്യ കേന്ദ്രം തുടങ്ങുക എന്നതാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വെൽനസ് സെന്റർ ഇവിടെ ഒരുക്കുന്നതിൽ ഏറ്റവും നിർണായകമായ നേതൃത്വം കൊടുത്ത നമ്മുടെ കൗൺസിലറായ CR സുധീറിനെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഞാൻ ആദ്യമായി ഈ അവസരം ഉപയോഗിക്കുകയാണ്. 16ാമത്തെ വെൽനസ് സെന്ററാണ് കോർപ്പറേഷനിൽ തുറക്കുന്നത്. സർക്കാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു പനിയും മറ്റു ചെറിയ അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെ ലഭ്യമായ ഒരു ചെറിയ ആശുപത്രി സംവിധാനത്തിൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നിർവഹിക്കാൻ കഴിയണം. അതിനാണ് നമ്മുടെ വെൽനസ് സെന്റർ. ഡിവിഷൻ കൗൺസിലർ CR സുധീറിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കൊച്ചി MLA KJ മാക്സി നിർവഹിച്ചു. 38 വെൽനസ് സെന്ററുകൾ, അതായത് ജനകീയാരോഗ്യ കേന്ദ്രം തുടങ്ങാൻ തീരുമാനിച്ചത്. അതിന്റെ 16ാമത്തെ ഇന്ന് നമ്മളിവിടെ ആരോഗ്യ മേഖല നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് വിദേശ രാജ്യങ്ങളുടെ കിടപിടിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വലിയ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയിലെ ജനകീയ ഇടപെടലുകളും മാത്രമാണ്. ഡെപ്യൂട്ടി മേയർ KANC ചടങ്ങിൽ മുഖ്യാതിഥിയായി. കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യസ്ഥിതി നമ്മൾ ഇരിക്കുന്ന പുറംമൂടിക്കകത്ത് എപ്പോഴും നമുക്കൊരു അസ്വസ്ഥതയും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ രൂക്ഷമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ പ്രദേശത്ത് പ്രത്യേകിച്ച് 12ാം ഡിവിഷന്റെയും 21ാം ഡിവിഷന്റെയും ഇടയിൽ ഇതുപോലെ ഒരു വെൽനസ് സെന്റർ നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഒരു ആശ്വാസകരമായിരിക്കും. കൊച്ചി നഗരസഭ ആരോഗ്യ കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ് പദ്ധതി വിശദീകരിച്ചു. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ നഗരത്തിൽ അനുവദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് 12 പബ്ലിക് പ്രൈമറി ഹെൽത്ത് സെന്ററുകളുണ്ട്, ഒരു അർബൻ പ്രൈമറി ഹെൽത്ത് സെന്റർ, 6 ഹോസ്പിറ്റൽ. ഇപ്പൊ നിലവിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ പോളിക്ലിനിക് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പോകണം. അപ്പൊ അവിടെ കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കും. ഈ ആരംഭിക്കുന്ന സ്ഥാപനത്തിലേക്ക് നിങ്ങൾ വരാനിരിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, വന്നാൽ നല്ല രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൊച്ചി വികസനകാര്യ സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാൻ PR റനീഷ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാൻ VA ശ്രീജിത്ത്, ക്ഷേമകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബാലാൽ, മുൻ കൗൺസിലർമാരായ സുനില ശെൽവൻ, കൊച്ചി താലൂക്ക് കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് KN സുനിൽകുമാർ, CPIM പള്ളുരുത്തി ഏരിയ കമ്മിറ്റി സെക്രട്ടറി PA പീറ്റർ, PMSC ബാങ്ക് പ്രസിഡന്റ് KP ശെൽവൻ, കൊച്ചി നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ മഞ്ജു എന്നിവർ പങ്കെടുത്തു. കൊച്ചി നഗരസഭയുടെ കീഴിലുള്ള 16ാമത്തെ നഗര ജനകീയാരോഗ്യ കേന്ദ്രമാണ് വാട്ടർലാൻഡ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ നഗര ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരിക്കും. കൊച്ചി നഗരസഭയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സഹായത്തോടു കൂടി എല്ലാ ഡിവിഷനിലും 74 ഡിവിഷനിലും ഇത്തരത്തിലുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നിലവിൽ വരികയാണ്. നമ്മുടെ കേരള സംസ്ഥാനത്ത് പൊതുവിലെ ആരോഗ്യ സുരക്ഷ നല്ല രീതിയിൽ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ ഇതെല്ലാം കൂടാതെ തന്നെ ഓരോ ഡിവിഷനിലും ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യ പരിരക്ഷയെ കരുതി ഇത്തരത്തിലുള്ള ഒരു കേന്ദ്രം വരുന്നത് വലിയ സൗകര്യമായിരിക്കും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാകുന്നത്. നമ്മുടെ ജനറൽ മെഡിസിനാണ് പ്രധാനമായിട്ടുള്ളത്. വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അത് വേറെ നമ്മുടെ സർക്കാർ സംവിധാനത്തിലേക്ക് റെഫർ ചെയ്യും. പ്രാഥമികമായി വന്നിട്ടുള്ള അസുഖങ്ങൾ, പനി, അതുപോലുള്ള മറ്റ് അസുഖങ്ങൾക്കെല്ലാം ഇവിടെ ചികിത്സ ലഭ്യമാണ്. ഡോക്ടർ, നേഴ്സ്, മരുന്ന് എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഏർപ്പാടാക്കുന്നുണ്ട്. ഇതിന്റെ സമയം ഉച്ചക്ക് 1 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. പിന്നീട് ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം ആവശ്യമെങ്കിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,